നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഒളിമ്പിക് ഫുട്ബോളിലെ പുരുഷ ഫുട്ബോളിലെ അവസാന ഗ്രൂപ്പ് സ്റ്റേജ് മത്സരങ്ങൾ ഇന്നാണ് നടക്കുന്നത്. അർജന്റീന ഇന്ന് യുക്രൈനെ നേരിടുന്നു. നിലവിൽ അർജന്റീന അവരുടെ ഗ്രൂപ്പിൽ ഒന്നാമതാണ്. പക്ഷേ ഗ്രൂപ്പിലെ 4 ടീമുകൾക്കും 3 വീതം പോയിന്റുകൾ ഉണ്ട് എന്ന കാര്യം ശ്രദ്ധിക്കുക. അതുകൊണ്ട് തന്നെ ക്രൂഷ്യലാണ് ഈ മത്സരം. ഇനി അർജന്റീന മുന്നോട്ട് പോയാൽ ക്വാർട്ടർ ഫൈനലിൽ ഫ്രാൻസ് അവരുടെ എതിരാളികളായിട്ട് വരുമോ? അതിനുള്ള സാധ്യതയുമുണ്ട്. നമ്മളൊക്കെ ഒന്ന് വിശദമായിട്ട് പരിശോധിക്കുകയാണ്. അർജന്റീന ഇന്ന് യുക്രൈനെതിരെ കളിക്കുന്നത് ഇന്ത്യൻ സമയം രാത്രി 8:30 ഇപ്പോൾ ഒളിമ്പിക് ഫുട്ബോളിലെ മെൻസ് ഫുട്ബോളിലെ പോയിന്റ് പട്ടിക എടുത്താൽ ഗ്രൂപ്പ് എയിൽ ഫ്രാൻസ് കളിച്ച 2 കളി വിജയിച്ച് 6 പോയിന്റോടെ ഒന്നാമതാണ്. ഈ ഗ്രൂപ്പിൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സിനും ന്യൂസിലാൻഡിനും മുന്നോട്ട് പോകാനുള്ള സാധ്യതകൾ ഇപ്പോഴും സജീവമാണ്. 2 ടീമുകൾക്കും 3 വീതം പോയിന്റുകളാണ്. അർജന്റീനയുടെ ഗ്രൂപ്പിൽ അർജന്റീന, മൊറോക്കോ, യുക്രൈൻ, ഇറാഖ് ഈ ടീമുകൾക്കൊക്കെ 3 വീതം പോയിന്റുകൾ ഉണ്ട്. ഗ്രൂപ്പ് സിയിൽ സ്പെയിന് കളിച്ച് 2 കളിയും വിജയിച്ച് 6 പോയിന്റോടെ ഒന്നാമതാണെങ്കിൽ ഈജിപ്റ്റ് 2 കളികളിൽ നിന്ന് 4 പോയിന്റോടെ നിൽക്കുന്നു, അവർ രണ്ടാമത്. ഡൊമിനിക്കൻ റിപ്പബ്ലിക്കിന് 1 പോയിന്റ് ഉണ്ട്, ഉസ്ബക്കിന് പോയിന്റുകളില്ല. ഗ്രൂപ്പ് ഡിയിൽ ജപ്പാന് 2 കളികളിൽ നിന്ന് 6 പോയിന്റ്, അവർ ഒന്നാമതും. പരാഗ്വേ 2 കളികളിൽ നിന്ന് 3 പോയിന്റുമായിട്ട് രണ്ടാമതും. മാലി അതുപോലെ ഇസ്രായേൽ ഈ ടീമുകൾക്ക് 2 കളികളിൽ നിന്ന് ഓരോ പോയിന്റുമാണുള്ളത്. ഇനി ശ്രദ്ധിക്കുക, ഗ്രൂപ്പ് എയിലുള്ള ടീമുകൾക്കെതിരെയാണ് അർജന്റീനയുടെ കളി വരിക. അർജന്റീന ക്വാർട്ടർ ഫൈനലിൽ എത്തിയാൽ ഫ്രാൻസ്, യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, ന്യൂസിലാൻഡ് ഈ ടീമുകളിൽ ഏതെങ്കിലും ഒന്ന് അവരുടെ എതിരാളികളായിട്ട് വരും. അതിനുള്ള സാധ്യതകൾ എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് നമ്മളൊന്ന് വിശദമായിട്ട് പരിശോധിക്കുകയാണ്. നോക്കുക, അർജന്റീന ക്വാർട്ടർ ഫൈനലിലേക്ക് എത്താൻ വേണ്ടത് എന്താണ്? ആദ്യം അതാണ് പരിശോധിക്കേണ്ടത്. അതിനുവേണ്ടി അർജന്റീനക്ക് ഒന്നുകിൽ വിജയിക്കണം. അർജന്റീന ഈ ഗ്രൂപ്പിൽ വിജയിച്ചാൽ, അവസാന കളി വിജയിച്ചാൽ ഗോൾ ഡിഫറൻസ് ഒക്കെ നോക്കി 1-ാം സ്ഥാനത്തെത്താനുള്ള സാധ്യതയുണ്ട്. പ്രാക്ടിക്കലി അവരാണ് ഇപ്പോൾ 1-ാം സ്ഥാനത്തുള്ളത്. ഇനി സമനിലയാണെങ്കിലും അർജന്റീന ക്വാളിഫൈ ചെയ്യും, അക്കാര്യം ഉറപ്പാണ്. 1-ഓ 2-ഓ സ്ഥാനത്ത് എന്നുള്ളത് അതോടൊപ്പം തന്നെ നടക്കുന്ന മറ്റു മത്സരത്തിന്റെ റിസൾട്ട് കൂടി നോക്കേണ്ടി വരും. ഇനി അർജന്റീന തോറ്റാൽ അർജന്റീന പുറത്താവും. ഇതാണ് ഈ ഒരു കളിയുടെ ഫലം വരിക. ഇനി അർജന്റീന 1-ാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്താൽ, അർജന്റീന ബി ഗ്രൂപ്പിൽ 1-ാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്താൽ അർജന്റീനയുടെ എതിരാളികളായിട്ട് വരിക എ ഗ്രൂപ്പിലെ 2-ാം സ്ഥാനക്കാരായിരിക്കും. അതൊന്നുകിൽ ന്യൂസിലാൻഡ് ആയിരിക്കും, അല്ലെങ്കിൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആയിരിക്കും. ഈ രണ്ടാമതൊരു ടീമിനെതിരെയായിരിക്കും കളി വരിക. ആ മത്സരം വരുന്നത് ഓഗസ്റ്റ് 2-ന് PSG മൈതാനമായ പാർക്ക് ദെസ് പ്രിൻസസിലായിരിക്കും. ഇനി അതല്ല, അർജന്റീന ഈ ഗ്രൂപ്പിൽ 2-ാം സ്ഥാനത്താണ് ഫിനിഷ് ചെയ്യുന്നതെങ്കിൽ അർജന്റീനയുടെ ക്വാർട്ടർ ഫൈനലിലെ എതിരാളികളായിട്ട് വരുന്നത് ഫ്രാൻസ് ആയിരിക്കും. അങ്ങനെയെങ്കിൽ ആ മത്സരം വരിക ഓഗസ്റ്റ് 2-ന് വോഡെക്സിലായിരിക്കും. അപ്പൊ ശ്രദ്ധിക്കുക, ഈ ഗ്രൂപ്പിൽ അർജന്റീന 2-ാം സ്ഥാനത്തെങ്ങാനും ഫിനിഷ് ചെയ്താൽ എതിരാളികളായിട്ട് ക്വാർട്ടർ ഫൈനലിൽ വരിക ആതിഥേയരായിട്ടുള്ള ഫ്രാൻസ് ആയിരിക്കും. അത് വല്ലാത്തൊരു മത്സരം തന്നെയാവും. ഇനി ഇതനുസരിച്ച് സെമി ഫൈനൽ മത്സരങ്ങളുടെ ഒക്കെ വേദി മാറുന്നുണ്ട്. ഇപ്പൊ അർജന്റീന ഈ ഗ്രൂപ്പിൽ 1-ാം സ്ഥാനക്കാരായിട്ടാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ ഓഗസ്റ്റ് 5-ന് മാഴ്സയുടെ മൈതാനത്തായിരിക്കും, ഒളിമ്പിക് മാഴ്സയുടെ മൈതാനത്തായിരിക്കും അവരുടെ സെമി ഫൈനൽ വരിക. കാരണം ക്വാർട്ടർ വിജയിച്ച് മുന്നോട്ട് പോയാൽ. ഇനി അതല്ല, 2-ാം സ്ഥാനവും കൊണ്ടുപോയി ക്വാർട്ടർ വിജയിച്ച് സെമിയിലെത്തിയാൽ ഓഗസ്റ്റ് 5-ന് ലിയോണിലായിരിക്കും അവരുടെ മത്സരം വരിക. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള വ്യത്യാസങ്ങളുണ്ട്. കാര്യങ്ങൾ നിങ്ങൾക്ക് വ്യക്തമായി എന്ന് കരുതുന്നു. ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഗ്രൂപ്പിൽ അർജന്റീന 1-ാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്യുകയാണെങ്കിൽ ക്വാർട്ടർ ഫൈനലിൽ ന്യൂസിലാൻഡോ ആയിരിക്കും എതിരാളികൾ. അതല്ല, ഗ്രൂപ്പിലെ 2-ാം സ്ഥാനത്താണ് അർജന്റീന ഫിനിഷ് ചെയ്യുന്നതെങ്കിൽ ക്വാർട്ടർ ഫൈനലിൽ ഫ്രാൻസ് ആയിരിക്കും എതിരാളികൾ. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് വീഡിയോ എത്താം.